ശരിക്കും നമ്മുടെ മക്കളിൽ നിന്ന് ഒരു അബദ്ധം വന്നാൽ നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞതുപോലെയല്ല അവൻ മുടി വളർത്തുന്നത്, നമ്മൾ വിചാരിച്ചതുപോലെയല്ല അവന്റെ സോഷ്യൽ മീഡിയ ഉപയോഗം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ശരിക്കും ചെയ്യേണ്ടത്? ഇമാം നജ്മുദ്ദീൻ അൽ ഉസി റഹ്മഹുല്ലയുടെ ഹുസ്നുത് തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥം പറയാണ് രണ്ടു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, ആ കുട്ടി നന്നാകും എന്ന പ്രതീക്ഷ നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. രണ്ട്, അതിനുവേണ്ടി എന്നും ദുആ ചെയ്യണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന അത്ര ഫലം വേറെ ഏത് ദുആയിനാ ഉണ്ടാവുക? ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു തന്റെ സ്വന്തം അനുഭവം പറയുന്നു. തന്റെ അബ്ദുറഹ്മാൻ എന്ന മകൻ കിതാബ് ഓതി പഠിക്കുന്നിടത്ത് വലിയ താല്പര്യം കാണിക്കുന്നില്ല. കുറെ ഞാൻ ഉപദേശിച്ചു നോക്കി, ഫലം കാണുന്നില്ല. ഒരു രാത്രി എഴുന്നേറ്റ് ദീർഘനേരം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു, എന്റെ മോനെ ഏറ്റെടുക്കാൻ എന്നെ കൊണ്ടാവില്ല, നീ തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ മുതൽ ഫലം കണ്ടു തുടങ്ങി, വലിയ റിസൾട്ട് ഉണ്ടായി. അത്തഫ്വീളു ഇലല്ലാഹ്, അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നാണ് ഇതിന് സൂഫിയാക്കൾ ഉപയോഗിക്കുന്ന ടെർമിനോളജി. അത് നമുക്ക് കഴിയണം. അപ്പൊ ഒന്നാമത്തെ ഒരു കാര്യം, തെറ്റ് കണ്ടാൽ ശപിക്കരുത്, ശാപപ്രാർത്ഥന നടത്തരുത്, ലഅനത്ത് ചെയ്യരുത്. അവർക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യും, അവര് നന്നാകുമെന്ന്